ചാലുമുണ്ട് എന്റെ നാട്ടിൽ ചന്തമുണ്ട് ചൂണ്ടയുണ്ട് ചുഴലുണ്ടേ പച്ച ഉറച്ചൊരു പൊങ്ങൻ വേലി പാനം പോവോ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കിഴമാട് ഗ്രാമപഞ്ചായത്തിന്റെ ചാലക്ക് പൊങ്ങംവേലി പാടത്താണ് നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച, കൃഷിയിടത്തിന്റെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ചോള കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും നമ്മുടെ തമിഴ്നാട്ടിലാണ് എല്ലാവരും പറഞ്ഞത് കൃഷി ഈ ചോളം കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. അല്ലാട്ടോ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും കിഴമാട് ഗ്രാമപഞ്ചായത്തിന്റെ ചാലക്ക് പൊങ്ങംവേലി പാടത്തും ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഈ കൃഷി ചെയ്യാം എന്ന് തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ കർഷകനുള്ള ബെസ്റ്റ് അവാർഡ് നേടിയ അദ്ദേഹമാണ് ഇവിടെ ഇങ്ങനെ ഈ ചോളക്കൃഷി വളർന്നു വരുമ്പോൾ വളരെ മനോഹരമായിരിക്കും. വാഴക്കൃഷി, ചോളക്കൃഷി, അങ്ങനെ അനവധി കൃഷിയിടങ്ങളാണ് നമ്മുടെ കിഴമാട് പഞ്ചായത്തിന്റെ ചാലക്കുള്ള സ്ഥലത്ത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം പറയാതിരിക്കാൻ വയ്യാട്ടോ. മനോഹരമായ ഈ കാഴ്ച കാണിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ്. കുറെ കാലങ്ങളായിട്ട് ഈ കൃഷിയിടത്തിന്റെ ഈ റോഡ് സൈഡിൽ ഇവിടെ ചപ്പും ചവറുകളും വേസ്റ്റുകളും അടിവസ്ത്ര വേസ്റ്റുകൾ, സ്നേഹി അങ്ങനെ വാക്കുകൾ എടുത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വേസ്റ്റുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും ഞങ്ങളിതൊന്ന് തെരഞ്ഞു നോക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള വഴികൾ ഞങ്ങൾ അന്വേഷിച്ചിരിക്കും. ഏതായാലും ഇവിടുന്ന് എന്തെങ്കിലും അന്വേഷണത്തോടൊന്നും കിട്ടാതിരിക്കില്ല. കാരണം ഇത് ചെറിയൊരു കടയിൽ നിന്ന്, ചെറിയൊരു പെട്ടിക്കട, സി ക്ലാസ് കടയിൽ നിന്നും കൊണ്ടിട്ടായിരിക്കും സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ പാക്കറ്റുകൾ കാണാൻ പറ്റും. ഇവിടെ അഴുക്കാണ്, എന്തോ സംഭവമാണ്, എനിക്ക് തന്നെ എടുക്കാൻ പറ്റില്ല. ഏതായാലും ഈ അങ്ങനെ ചെറിയ കടയിൽ നിന്ന്, പെട്ടിക്കടയിൽ ചപ്പ് ചവറ് കണ്ടപ്പോൾ ഏതൊരു സി ക്ലാസ് കടയിൽ നിന്നാണ് ഈ സംഭവം വന്നേക്കെന്നുള്ളത് മനസ്സിലായി. ഒരുപാട് പാൻ ബ്രാക്കിന്റെ ഗ്ലാസ്സുകൾ, നാരങ്ങ പിഴിഞ്ഞ വേസ്റ്റുകളോട് കിടപ്പുണ്ട്, പാൽ കവറുകൾ, ചെറിയ ചായ കൊടുക്കുന്ന കടയിലായിരിക്കുള്ളൂ. അപ്പൊ ഏതായാലും ഇവിടുന്ന് തെരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാതിരിക്കില്ല. ഇല്ലേ, ഇവിടെ അതിവിടെ ഒരു ബില്ല് കിടപ്പുണ്ട്. കണ്ട ക്യാമറമാൻ ഒന്ന് സൂം ചെയ്ത് കണ്ട, ഒരു ബില്ല് കിടപ്പുണ്ട്. പേര് മോഹനൻ. ഇയാളായിരിക്കണമെന്നില്ല കേട്ടോ, ഇവിടെ കൊണ്ടുവന്നിട്ടത് ഇയാളായിരിക്കണമെന്നില്ല. എന്നാലും നമ്മൾ ഏതായാലും മുടിക്കൽ ഭാഗത്തു നിന്നാണ് ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നതെന്ന് സംശയമുണ്ട്. ഏതായാലും ഞങ്ങളത് തുടരും. അപ്പൊ ഏതായാലും ഇതിനെക്കുറിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും അന്വേഷണം നടത്തും. ഇവിടെ വഴി നടക്കാറാണല്ലേ ചേട്ടാ? ഇത് എന്താണ് സംഭവം? ഇങ്ങനെ ഇവിടെ സ്ഥിരം ഇവിടെ ഉള്ള ആളാണോ? ഇവിടെ തന്നെ ഉള്ളതാണ്, അടുത്തുള്ളതാണ്. ചേട്ടാ ഇത് ആരാ കൊണ്ടുവന്നവരെ മനസ്സിലായിണ്ടോ? ആരാ കൊണ്ടുവന്നവരെ മനസ്സിലായി? രാത്രി ആണെന്ന് തോന്നണത്. ഞങ്ങളാരും കണ്ടിട്ടില്ല. കാണി പിടിക്കാൻ തയ്യാറായിട്ട് രാത്രി ആൾക്കാരുണ്ട് ഇവിടെ. ഇത്രയും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലത്തല്ലേ ഇങ്ങനെ കൊണ്ടുവിടാൻ പാടില്ല. ഞങ്ങൾ കണ്ട് വളവിലും അവിടെ അപ്പുറ സൈഡിലൊക്കെ ഉണ്ടോ? ആദ്യം ഇട്ടുകൊണ്ടിരുന്ന ഇപ്പൊ ഇല്ല, ഇപ്പൊ ഇവിടെയാണ് ഉള്ളത്. ഈ സൈഡിലായിരുന്നു. അടിവസ്ത്രമൊക്കെ ഉണ്ട് ഇവിടെ, അടിവസ്ത്രം, സ്നഗി, അങ്ങനെയുള്ള പറയാൻ പറ്റില്ല. എല്ലാ വേസ്റ്റും കൊണ്ടിടാണ്. ഏതായിട്ടും ഞങ്ങൾ ഇത് ഫുഡ് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്കൂൾ പിള്ളേർ വന്ന സമയമാണ്. പട്ടികള് ഫുഡ് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സ്കൂൾ കുട്ടികൾ നടന്നു തന്നെ വശമാണ് പിള്ളേർ വരുന്ന സമയമാണ്. പട്ടികളെ ആക്രമിക്കാൻ സാധ്യത കൂടുതലാണ്. തെരുവായുടെ ശല്യം പല സ്ഥലത്ത് നമ്മൾ കേൾക്കണതാണ്. ഇത് അന്വേഷിച്ച് ആരാന്ന് കണ്ടുപിടിക്കണം. ഇടുന്നവരുടെ വീടിനും അല്ലെങ്കിൽ ഇത് ഇടുന്ന കാണാണെങ്കിൽ അവരുടെ വീടിനെ വിട്ടത്തുകൊണ്ടാണ്. ആരാണെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, താങ്കളൊന്ന് ശ്രദ്ധിക്കുക. താങ്കളുടെ വീട്ടിലും കുട്ടികളെല്ലാവരും ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതിടുന്ന മോശമായൊരു പ്രവണത തന്നെയാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ, പെട്ടുകഴിഞ്ഞാൽ പെടും. വൈകുന്നേരം വന്നിരിക്കുന്ന സ്ഥലമാണത്. ഞാനിവിടെ ഇരുന്നോട്ടെ ചേട്ടാ. ഈ വേസ്റ്റ് ഒക്കെ ഇവിടെ എങ്ങനെ ഇടുന്ന എന്താ സംഭവം? ചേട്ടനാണ് പറഞ്ഞേ. ഈ വേസ്റ്റ് ഇടുന്നതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ഈ വേസ്റ്റ് ഇടല് ഞാനിവിടെ 365 ദിവസം ഈ പാടത്ത് കൃഷിപ്പണിയായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ പേര് പ്രകാശ് എന്നാണ്. ഞാൻ രാത്രിയിൽ മെനക്കെട്ട് നിന്ന് രാപകലില്ലാണ്ട് മെനക്കെട്ട് നിന്ന് 2 വ്യക്തികളെ പിടിച്ച് ഒരു വ്യക്തിനെ കൊണ്ട് കംപ്ലീറ്റ് വാരിച്ച് വേറൊരു വ്യക്തിനെ കൊണ്ട് പഞ്ചായത്തിൽ കൊണ്ട് പിഴ അടപ്പിച്ച് വേണ്ടാത്ത ആൾക്കാർ കൂടി ഇവിടുന്ന് പ്രകടനമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിനെ കൂട്ടി ഇവിടുന്ന് വാരിച്ച് മാറ്റിയാണ് ചരിത്രങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അതൊരു കട നടത്തുന്ന ആളായിരുന്നു, മാർമുള്ളൊരു കട നടത്തുന്ന ആളായിരുന്നു. ഇവിടെ അടുത്തുള്ളൊരു വ്യക്തിയായിരുന്നു അന്ന് പിടിച്ചത്. അവരാണ്ടൊരു ഹോട്ടലിലെ വേസ്റ്റ് ഇവിടെ വന്നോണ്ടിരുന്നു, അത് പിടിച്ചൊതുക്കി. ഇപ്പൊ വന്ന വേസ്റ്റ് ശരിക്കും ഒരു ചെറിയൊരു കൂൾ ബാർ കടയിലെയും
ഒരു വീട്ടിലേയോട് കൂടി വേസ്റ്റാണ്. ആ വ്യക്തിയുടെ വീട്ടിലെ വേസ്റ്റ് കൂടിയാണ് ഇപ്പോൾ വേറെ കാര്യമുണ്ട്. ഈ കൂൾബാർ കടയിൽ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമല്ല, സ്നാക്കി, കോണകം, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഇവിടെ നിവൃത്തിയില്ലത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കൂൾബാർ കടയിലെയും ആ കൂൾബാർ കടയുടെ വ്യക്തിയുടെ വീട്ടിലെ വേസ്റ്റ് കൂടിയാണ് ഇവിടെ വന്നത്. മോശമായുള്ള സംഭവം. അത്തരം മോശമായ ഈ പറയുന്ന വ്യക്തികൾക്ക് മക്കളുണ്ട്. ഈ മക്കള് അതേമാതിരിയുള്ള മക്കൾ ഈ റോട്ടിൽ കൂടെ പഠിക്കാൻ പോണതാണ്. ആ പഠിക്കാൻ പോണ കുട്ടികളെ തെരുവായകളൊക്കെ പിടിച്ച് കടിക്കും എന്നുള്ള തോന്നല് ആ വ്യക്തികൾക്ക് ഇതറിയില്ല. യാതൊരു ബോധമില്ലാത്തൊരു വ്യക്തിയാണ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് റോഡിന്റെ നടുക്ക് ആണ് കൊണ്ടുവന്നിട്ടുണ്ടിരിക്കുന്നത്. വണ്ടിമേന്ന് കാലുകൊണ്ട് തട്ടി റോഡിന്റെ നടുക്കായിട്ടുണ്ടിരിക്കുന്നത്. റോഡിന്റെ നടുക്ക് കയറിയിട്ട് അലമ്പാണ്ടായിട്ട് ഞങ്ങളൊരു രാവിലെ അരുവത്തേക്ക് മാറ്റിയിടലാണ് പരിപാടി. എല്ലാ ദിവസവും ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ സ്ഥിരം പരിപാടിയായി അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ്. അതായത് നമ്മൾ ഇദ്ദേഹത്തെ നമ്മൾ പുറത്തുകൊണ്ടിരും. ഉറപ്പായിട്ടും നമ്മൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതിട്ടാൽ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വീടിന്റെ അകത്ത് നമ്മൾ ഈ വേസ്റ്റ് ഇടാനുള്ള നടപടികൾ ഇവിടെയുള്ള പരിസരവാസികളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നുള്ള 100-110% പെടുത്തും. അതുകൊണ്ട് ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കുക. ഈ മനോഹരമായ സ്ഥലം നമുക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്. ക്യാമറമാൻ അബു ലൈസിനൊപ്പം വിനോദ് ചാക്യാർ, ആലുവ.